اللهم لولا أنت ما اهتدينا فلا تصدقنا ولا صلينا وأنزلا ساكنة علينا وثبت الأقدام إلا قينا. ആദരവ് നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദം ഈ പരിതസ്ഥിതിയിൽ നിന്ന് ശ്രവിക്കുന്ന, പരിസരത്ത് നിന്ന് വീക്ഷിക്കുന്ന എല്ലാ നല്ലവരായ ദീനീ സ്നേഹികളെ, നാട്ടുകാരെ, പടച്ച റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഈ മഹനീയമായ ഇൽമിൻ്റെ മജ്ലിസിലെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ നാളെ സ്വർഗരാജ്യം പകരമായി ലഭിക്കാൻ ഉതകുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്ത് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യനായ എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരി, അദ്ദേഹത്തിൻ്റെ ശാരീരികമായൊരു പ്രയാസമാണ് പകരം എന്നെ ഈ ഒരു സദസ്സിൽ കൊണ്ടെത്തിച്ചത്. അദ്ദേഹത്തെ പ്രതീക്ഷിച്ചു വന്നവർ, ഇൽമ പ്രതീക്ഷിച്ചു വന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാഹ് പടച്ചുറപ്പ് തുണക്കുകയാണെങ്കിൽ സംഘടനയ്ക്കും മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമായി പടച്ച റബ്ബിന്റെ ദീനിന്റെ നിയമങ്ങളെ, വിശിഷ്യ ഒരാളും ലോകത്ത് തർക്കിക്കാത്ത, പരിഹസിക്കാത്ത, തർക്കമില്ലാത്ത, അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു വിഷയത്തിന്റെ പൂർണ്ണതയെ അള്ളാഹു തൗഫീഖ് ചെയ്താൽ വളരെ കുറഞ്ഞ സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയം, പടച്ചോനുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ചിലർ പറയില്ല. പടച്ചോനുണ്ട്, ആ പടച്ചോനാണ് സൃഷ്ടാവ്, ആ റബ്ബുൽ ഇസ്സത്തിനെ മാത്രമേ ആരാധിക്കാവൂ, പ്രാർത്ഥിക്കാവൂ, നേർച്ചയർപ്പിക്കാവൂ, ബലി സമർപ്പിക്കാവൂ, സത്യം ചെയ്യാവൂ. അർച്ചനകളും അർത്ഥനകളും ഉപാസനകളും ഹവിഷുകളും മുഴുവനും റബ്ബുൽ ഇസ്സത്തിന് മാത്രമേ പാടുള്ളൂ എന്ന് പറയുമ്പോഴും ചിലർ തർക്കിക്കും. അല്ല, അതൊക്കെ വേറെ പലർക്കുമൊക്കെ കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ തർക്കം വരും. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തർക്കമുണ്ടാവും, രക്ഷിതാക്കളും മക്കളും തമ്മിൽ തർക്കമുണ്ടാവും, ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കമുണ്ടാവും, പല വിഷയത്തിലും പല കാര്യത്തിലും തർക്കമുണ്ടാവും. ഈ ശബ്ദം കേൾക്കാൻ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായ വീക്ഷണങ്ങൾ ഉണ്ടാവും, ഒരേ മതത്തിൽപ്പെട്ടവരിൽ തന്നെ. എന്നാൽ എന്റെ മുന്നിലിരിക്കുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാണെങ്കിലും പുറത്തുനിന്ന് ശ്രവിക്കുന്ന വിശുദ്ധരായ മുസ്ലിം സഹോദരങ്ങളാണെങ്കിലും എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളാണെങ്കിലും ഒരു മതത്തോടും പ്രതിപത്തിയില്ലാത്ത ഇന്ത്യ രാജ്യത്തിന്റെ വിഹായസിൽ, ഇന്ത്യ രാജ്യത്തിന്റെ വളർച്ചയിൽ, ഇന്ത്യ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ രാഷ്ട്രീയപരമായി താല്പര്യമെടുക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ വരെ തർക്കിക്കാത്ത, വിമർശിക്കാത്ത, അംഗീകരിക്കുന്ന ഒരൊറ്റ വിഷയമേ ലോകത്തുള്ളൂ. വല്ലാനെ അത് മാത്രമേ ലോകത്തുള്ളൂ. അതെ, അതാണ് മരണം എന്ന് പറഞ്ഞാൽ. ഒരു നിരീശ്വരവാദിയും തർക്കിക്കാത്ത വിഷയം, ഒരു മതത്തിന്റെ ആളും തർക്കിക്കാത്ത വിഷയം. മുസ്ലിം സമൂഹത്തിനകത്ത്, വിശിഷ്യ കേരളത്തിനകത്ത് സുന്നികളായി, മുജാഹിദുകളായി, ജമാഅത്ത് ഇസ്ലാമിക്കാരായി, തബ്ലീഗുകാരായി, ഷിയകളായി, ഖാദിയാനികളായി, അങ്ങനെ ചേകന്നൂരികളായി വരെ ജീവിക്കുന്ന അഹ്ലുസുന്നത്തിനകത്തും അഹ്ലുസുന്നത്തിന് പുറത്തുമായി ജീവിക്കുന്ന ആളുകൾ ഒന്നും തന്നെ തർക്കിക്കാത്ത വിഷയമാണ് മരണം. അതിന് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയക്കാരും പറയില്ല, അല്ലല്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരും പറയില്ല, മരണമില്ല എന്ന് പറയില്ല. ശരി, വല്ലാത്തൊരു വിഷയം. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം വെച്ചാണ് എൻ്റെ മുന്നിൽ ആളുകൾ വന്നു നിൽക്കുന്നെങ്കിൽ അവരുദ്ദേശിക്കുന്ന ലക്ഷ്യം ഒരു പക്ഷേ പൂർത്തീകരിച്ചു കൊള്ളണമെന്നില്ല. തുടക്കത്തിലേ പറയാം,
നിങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണോ അത് പൂർത്തീകരിച്ചോളണമെന്നില്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ തോതിൽ ലളിതമായ ഒരു വിശദീകരണം, അല്ലാഹുവേ അതിന് നീ സഹായിക്കണേ എന്ന് മാത്രമാണ് ഈ സമയത്തിന്റെ പ്രാർത്ഥന. സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട കുറേയധികം വിഷയങ്ങൾ. ലോകത്ത് മനുഷ്യരാശി പട്ടിണി കിടക്കുമ്പോൾ, ലോകത്ത് മനുഷ്യരാശി പ്രയാസം അനുഭവിക്കുമ്പോൾ, ലോകത്ത് പ്രകൃതിയെ നശിപ്പിക്കുന്ന സംവിധാനങ്ങളുമായി ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ, ലോകത്ത് അധിനിവേശങ്ങളും യുദ്ധങ്ങളും കൊടുമ്പിരി കൊള്ളുമ്പോൾ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വിശിഷ്ട കേരളത്തിനകത്തും പീഡനങ്ങളും ബലാത്സംഗങ്ങളും വർദ്ധിക്കുമ്പോൾ, എന്തെല്ലാം ചർച്ചകളും എന്തെല്ലാം വിഷയങ്ങളും ലോകാടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് മരണം ജീവിതത്തിന്റെ അന്ത്യമോ എന്നൊരു വിഷയം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആൺകുട്ടികൾ, ചുണക്കുട്ടികൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ, അതെ സത്യസന്ധമായി മനുഷ്യരാശി പഠിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ വിഷയങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതെന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലൊരു പഠനം അനിവാര്യമാണ്. എന്തുകൊണ്ടറിയുങ്ങൾ? മരണം ജീവിതത്തിന് അന്ത്യമോ എന്ന് ചോദിക്കുമ്പോ മരിച്ചിട്ടില്ലാത്ത മനുഷ്യരാശിയോടുള്ള ചോദ്യം, മരണം മനുഷ്യരാശിയെ ജീവിതത്തിന് അന്ത്യമോ എന്ന് ചോദിക്കുമ്പോ ഈ സെക്കൻഡ് വരെ മരിച്ചിട്ടില്ലാത്ത മനുഷ്യന്റെ മുന്നിൽ മരിച്ചുപോയ കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ, മരണപ്പെട്ടുപോയ ആളുകൾ, അതിനകത്ത് രാഷ്ട്രത്തിന്റെ നേതാക്കന്മാർ, രാഷ്ട്രത്തിന്റെ നായകന്മാർ, പ്രധാനമന്ത്രിമാർ, മന്ത്രിമാർ, അവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെയൊക്കെ സാധാരണ നാട്ടിൻപുറങ്ങളിലെ കടത്തണ്ണകളിലൂടെ യാചനയുടെ പിച്ചപാത്രവുമായി നീട്ടിവരുന്ന സാധാരണക്കാർ വരെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അംഗീകരിക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യം. ഞാനുങ്ങളും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അംഗീകരിക്കേണ്ടി വരുന്നൊരു യാഥാർത്ഥ്യം. സത്യത്തിൽ മനുഷ്യരായി ലോകത്ത് നമ്മൾ പറന്നു. അള്ളാഹു നമ്മളെ വേറൊരു ജന്തുവാക്കിയില്ല. വലിയ അനുഗ്രഹം. പടച്ചോൻ പറയാ, വലഖദ് കറംന ബനി ആദം. ആദമിന്റെ പുത്രനെ, ആദമിന്റെ സന്താനങ്ങളെ നാം ആദരിച്ചിരിക്കുന്നു. വേറെ ഏത് സൃഷ്ടികളെക്കാളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അംഗീകരിച്ച് ആദരിച്ച ഒരു വിശിഷ്ടമായ ജന്മത്തിന്റെ ഉറവിടമാണ് മനുഷ്യരെ നമ്മൾ. ആ മനുഷ്യനാണ് മൃഗങ്ങളെ പോലും ലജ്ജിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ആ ഒരു മനുഷ്യരാശിയിൽ നിന്നാണ് പടച്ചറപ്പ് പ്രവാചകന്മാർ നിയോഗിച്ചത്. ഈ ഒരു മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രാഷ്ട്രത്തിന്റെ നായകന്മാരെ നിശ്ചയിച്ചത്. ഈ ഒരു കൂട്ടത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ സർവോന്മുഖമായ പുരോഗതിക്ക് അനിവാര്യമായ ബുദ്ധിയുള്ള, ചിന്തയുള്ള, വിശേഷബോധമുള്ള, എല്ലാ അർത്ഥത്തിലും മനുഷ്യരാശിയുടെ നന്മ ആഗ്രഹിക്കുന്ന നല്ലവരായി പിറന്ന ആളുകളെ സൃഷ്ടിച്ചത്. ഇതൊക്കെ ഈ മനുഷ്യരുടെ കൂട്ടത്തിലാണ്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെയാണ് സ്വന്തം മകളെ ഏതൊരു ബീജത്തിൽ നിന്നാണോ എന്റെ കുഞ്ഞ് പറഞ്ഞത്, അതേ കുഞ്ഞിന്റെ ഗർഭപാത്രത്തിനകത്തേക്ക് വീണ്ടും അതേ പിതാവിന്റെ ബീജം നിക്ഷേപിക്കുന്ന വൃത്തികെട്ടവന്മാരും ഈ മനുഷ്യരുടെ കൂട്ടത്തിലാണ്. അല്ലാഹു അക്ബർ. വല്ലാത്തൊരു ലോകം മനുഷ്യന്റെ ലോകം. നിങ്ങൾ ആലോചിക്കും, വല്ലാത്തൊരു ലോകം. മനുഷ്യനിങ്ങനെ പറന്നു വീഴാ റബ്ബിന്റെ ലോകത്ത്. മനുഷ്യന് പറന്നു വീഴാം. ഓരോ കുഞ്ഞ് പറന്നു വീഴുമ്പോഴും ആ കുഞ്ഞുമായി ബന്ധപ്പെട്ടൊരു പ്രതീക്ഷ ആ നാടിന്, ആ രാഷ്ട്രത്തിന്, ആ സമൂഹത്തിനുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന തത്വം അത്. എന്നിലും നിങ്ങളിലും നമ്മുടെ കുടുംബവും നമ്മുടെ നാടും നമ്മുടെ രാഷ്ട്രവും ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷ. ഒരു നാട്ടില് 100 ചില്ലാനും വരുന്ന കോടി പോപ്പുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് അതൊരു അർത്ഥത്തിൽ അഭിമാനമാണ്. കാരണം എന്തറിയോ? അതിൽ നിന്നൊരു സയന്റിസ്റ്റ് ഉണ്ടാകാം, അതിൽ നിന്നൊരു ഡോക്ടർ ഉണ്ടാകാം, അതിൽ നിന്നൊരു എഞ്ചിനീയർ ഉണ്ടാകാം, അതിൽ നിന്ന് മനുഷ്യരാശിക്ക് ഗുണകരമായ പ്രവർത്തനങ്ങളുമായി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകാം, അതിൽ നിന്ന് സന്മാർഗബോധമുള്ളവരുണ്ടാകാം, അതിൽ നിന്ന് മനുഷ്യരാശിയെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന യോഗ്യതയുള്ള, തന്റെ ഇടമുള്ള, സ്ഥൈര്യമുള്ള, ധൈര്യമുള്ള ആളുകളുണ്ടാകാം. അതുകൊണ്ട് തന്നെ മനുഷ്യരാശിക്ക് പ്രതീക്ഷയാണ് ഓരോ മനുഷ്യർ പിറന്നു വീഴുമ്പോഴും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രകൃതിപരമായി അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, ചിന്തിക്കുന്ന, വായിക്കുന്ന, പഠിക്കുന്ന, ഇന്നത്തെ പത്രത്തിൽ വരെ എല്ലാതും പ്രയാസകരമായത്. ഒരിക്കലും മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടിയുടെ മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടിയുടെ അടിസ്ഥാനപരമായ യോഗ്യതക്ക് നിരക്കാത്തത്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തുടക്കത്തിൽ പറയാം. നോക്കണേ, നിങ്ങൾ അങ്ങനെ മനുഷ്യരാശിയെ പടച്ചോൻ സൃഷ്ടിച്ച് ലോകത്തേക്ക് പറഞ്ഞയച്ചു കൊണ്ടേയിരിക്കുക. എന്തിനു വേണ്ടി?
എന്തിനു വേണ്ടിയാ? 60 വയസ്സ് വരെ ജീവിച്ച ഒരാളോട് ചോദിക്കുന്നു, എന്തിനു വേണ്ടി 60 വയസ്സ് വരെ ജീവിച്ചു? 70 വയസ്സ് വരെ ജീവിച്ച ഒരാളോട് നമ്മൾ ചോദിക്കുന്നു, എന്തിന് 70 വയസ്സ് വരെ ജീവിച്ചു? 90 വയസ്സ് വരെ ജീവിച്ച് ഇന്നും വടികുത്തിയിട്ട് റോട്ടിലിറങ്ങിപ്പോണ വയോധികനായ ആളോട് എല്ലാ ബഹുമാനത്തെയും നിലനിർത്തി നമ്മൾ ചോദിക്കണം, എന്തിനാണ് നിങ്ങൾ 90 കൊല്ലം ജീവിച്ചത്? ഒരുപാട് ഉത്തരങ്ങൾ മനുഷ്യന് പറയാനുണ്ടാവും, അല്ലേ? ഒരുപാട് ഉത്തരങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഉത്തരങ്ങളൊക്കെ പറയാൻ വേണ്ടി മനുഷ്യരാശി മെനക്കെടുന്നതിനിടയിലാണ് ഏത് പ്രായത്തിലും ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും പടച്ച റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് ജനിച്ച മനുഷ്യന്റെ മുന്നിലേക്ക് അവരാരും ഇഷ്ടപ്പെടാതെ, അവരാരും ആഗ്രഹിക്കാതെ, അവരാരും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ മരണം പറഞ്ഞയക്കുന്നത് റബ്ബ്. നിങ്ങൾ ആലോചിച്ച്, ലോകത്ത് മരിച്ച ഒരാളും ആഗ്രഹിച്ച സമയത്ത് ആവില്ല മരിച്ചിട്ടുണ്ടാവുക. ആഗ്രഹിച്ച സമയത്താണോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവുക? അല്ല. ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി പറയാം, എത്രയെത്ര ആളുകൾ മരിച്ചുപോയി, എത്രയെത്ര പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയി, എത്രയെത്ര രാഷ്ട്രത്തിന്റെ നേതാക്കന്മാർ മരണപ്പെട്ടു പോയി. ഇന്ത്യ രാജ്യത്തിന്റെ വിഭജനത്തിലേക്ക്, ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നാശത്തിലേക്ക്, ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന മഹാനായ ഗാന്ധിജിയുടെ കൊലപാതകത്തിലേക്ക്, ഇന്ത്യ രാജ്യത്ത് അരക്ഷിതാവസ്ഥ വളർത്താൻ 70 ചില്ലാനും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ 70 ചില്ലാനും കലാപങ്ങളുടെ ഒരു അരങ്ങ് തീർക്കുന്ന ഒരു സംവിധാനത്തിലേക്കൊക്കെ നയിക്കാൻ കാരണമായ ഗാന്ധിജിയുടെ കൊലപാതകം മുതൽ ആഗ്രഹിച്ചിരുന്നു ഇന്ത്യയിലെ മനുഷ്യർ? ഇല്ലല്ലോ, ഇന്ത്യയിലെ മനുഷ്യർ ആഗ്രഹിച്ചിട്ടില്ല അതൊന്നും. നോക്കണേ നിങ്ങള്, ലോകത്ത് മനുഷ്യരായി പിറന്ന ആളുകളിൽ നല്ലവർ, എത്രയോ നല്ലവർ, അമേരിക്കയുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച എബ്രഹാം ലിങ്കൻ അടക്കം ലോകത്തിന്റെ വ്യത്യസ്തമായ കോണുകളിൽ മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ടി, മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടി, മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി പ്രവർത്തിച്ച എത്രയോ ആളുകളുടെ മരണം ആ നാട്ടിൽ, ആ പ്രദേശത്ത്, എല്ലാ അർത്ഥത്തിലും ലോകത്ത് മനുഷ്യനെ സ്നേഹിക്കുന്നിടത്തൊക്കെ ഉണ്ടാക്കിയ ആഘാതത്തിന്റെ വലുതം എത്രയാ? ആഗ്രഹിച്ചിരുന്നു നമ്മളാരെങ്കിലും അവരൊക്കെ മരിക്കാൻ? ഇല്ല, നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ മരണം കടന്നു വന്നു. ഒരു യാഥാർത്ഥ്യമാണ്. ഈ ലോകത്ത് ജനിച്ചവരൊക്കെ മരിക്കും എന്നുള്ളത് ഉറപ്പാ. തമാശക്ക് പണ്ട് ദർസിൽ പഠിക്കണ കാലത്ത്, എവിടെ? പള്ളി ദർസ് പഠിക്കണ കാലത്ത്, ഒന്നുകൂടി ശ്രദ്ധിക്കണം, എവിടെ പഠിക്കുമ്പോ? പള്ളി ദർസ് പഠിക്കുമ്പോ. പഠിച്ചവൻ ഈ കോലത്തിലുള്ള ആളോ? അതെ, പള്ളി ദർസ് പഠിക്കണ കാലത്ത് കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് ഒഞ്ചിയം എന്ന് പ്രദേശത്ത് ആദ്യമായി 95-ൽ ദർസിൽ ചേർന്നപ്പോ സ്വാഭാവികമായും ദർസിനകത്ത് ഇങ്ങനെ ദർസ് നടക്കുന്നതിനിടയിലും അല്ലാതെയൊക്കെ കളിതമാശകളും വർത്താനൊക്കെ ഉണ്ടാവും. രസമായിരുന്നൊരു കാലഘട്ടം. അതിനകത്ത് രസക്കേടുകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ആള് മാറിയതും കോലം മാറിയതും രൂപം മാറിയതും ആശയം മാറ്റിയതൊക്കെ. രസക്കേടുകൾ അതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലായപ്പോ, മനസ്സിലാകണവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. അങ്ങനെ അതിനിടയിൽ ഒരു എന്താ പറയാ, ഒരു പ്രസംഗ മത്സരം, പാട്ട് മത്സരം, അങ്ങനെ കുറെ സംഗതികളൊക്കെ വരും. കുട്ടിക്കാലാണല്ലോ. അങ്ങനെ വന്ന സമയത്ത് ഒരു ക്യൂസ് പ്രോഗ്രാം. എന്താണ് പ്രോഗ്രാം? കിസ് പ്രോഗ്രാം അല്ല, ക്യൂസ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമില് സീനിയറായ ഒരു മുത്തഅല്ലിം ചോദിച്ചു, സീനിയറായ ഒരു വിദ്യാർത്ഥി ചോദിച്ചു, മരിക്കാതിരിക്കാനുള്ള മാർഗം എന്താണ്? ഞങ്ങളൊക്കെ കുത്തിരിഞ്ഞ് മേലക്ക് നോക്കി. എല്ലാവരുടെ കൂട്ടത്തിലുണ്ടാവും ഒരു കുസൃതിക്കാരൻ. ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുസൃതിക്കാരൻ, എൻ്റെ അതേ പേരിൽ. അവൻ പറഞ്ഞു, ജനിക്കാതിരിക്കണം. ആദ്യമായി 95-ൽ കേൾക്കുന്ന ഒരു ആശയാണ്, ഒരു ഫിലോസഫിക്കൽ, ഒരു മെറ്റാഫിസിക്സിന്റെ വാക്ക്, അങ്ങനെ വേണ്ടി പറയാം. അത് നമുക്കൊന്ന് പൊക്കി വെക്കാം. ആദ്യമായി കേട്ടൊരു നല്ല വാക്കാ, ജനിക്കാതിരിക്കണം, മരിക്കാതിരിക്കണമെങ്കിൽ. ഉറപ്പാണ് മരണം. ജനിച്ചവരൊക്കെ, ഈ ലോകത്ത് ജനിച്ചവരൊക്കെ ഒരു വേള മരണത്തിന് കീഴടങ്ങും. നിങ്ങൾ ആലോചിക്കണേ, നമ്മുടെയൊക്കെ മുൻഗാമികളായ പൗരാണികരായ മുഴുവൻ ആളുകളും ഈ ലോകത്തുനിന്ന് മരിച്ചുപോയി. ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആയുസ്സങ്ങ് കഴിഞ്ഞാൽ അവരും മരിക്കും. മരിക്കാതിരിക്കണമെങ്കിൽ ലോകത്ത് ഒരാൾ മരിക്കാതിരിക്കണമായിരുന്നു. എന്റെ മുന്നിരിക്കുന്നത് ഉമ്മത്ത് മുസ്ലിമയുടെ മെമ്പർമാരായതുകൊണ്ട് എനിക്ക് അവരോട് സൂചിപ്പിക്കാനുള്ള, ലോകത്ത് മരിക്കാതിരിക്കണമെങ്കിൽ ഒരാൾ മരിക്കാതിരിക്കണം. സയ്യിദുനാ ശഫീഉനാ ഹബീബുനാ ത്വാഹ റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലാത്തവരായി സദസ്സിലും പുറത്തും ഒരാളും ഉണ്ടാകാൻ പാടില്ല. ഹബീബിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവരായി ഈ സദസ്സിലോ പുറത്തോ ഒരാളുണ്ടാകാൻ പാടില്ല. പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവരായി
ഈ സദസ്സിലോ പുറത്തോ ആരും നിൽക്കാൻ പാടില്ല. പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ, ശറഫാക്കപ്പെട്ട തിരുനാവിലൂടെ വിശുദ്ധ ഖുർആന്റെ 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 30-ാമത്തെ വാചകത്തിൽ ഒരു ആയത്ത് അള്ളാഹു ഓതി കേൾപ്പിച്ചു തരാം. ഈ ആയത്ത് സ്വഹാബത്തിന് ഖുർആനിൽ ഉണ്ടെന്ന് ഓർമ്മ വന്നത് എപ്പോഴാണെന്നറിയോ? അവർ പഠിച്ചുപോയ ആയത്ത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത്, ലോകത്തിന്റെ തീരാനഷ്ടം, ഏറ്റവും വലിയ വേദന. അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിൽ ദുഃഖിച്ചു പോയ സ്വഹാബത്ത് റബീഉൽ അവൽ 12-ന് ലോകത്തെ മുസ്ലിമീങ്ങളുടെ മുഴുവനും ദുഃഖിച്ചു. റബീഉൽ അവൽ 12-ന് ലോകത്ത് മുസ്ലിങ്ങളായി പിറന്നവരൊക്കെ ദുഃഖിച്ചു. ആലോചിക്കണ സ്വഹാബത്തൊക്കെ ദുഃഖിച്ചു. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ മൗല, അദ്ദേഹം പറഞ്ഞു, എന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു മൂടലുണ്ടായി. റസൂലുള്ളാഹിയുടെ വഫാത്തിൽ മഹാനായ ഈ ഉമ്മത്തിന്റെ നേതാവ് സയ്യിദുനാ അബൂ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളെടുത്തു കൊന്നുകളയുമെന്ന് പറഞ്ഞു. നോക്കണേ നിങ്ങള്, സ്വഹാബികൾ പറയാ, അല്ലാഹുവിന്റെ ഹബീബ് മദീന രാജ്യത്തേക്ക് പ്രവേശിച്ചപ്പോ ഞങ്ങളുടെയൊക്കെ മനസ്സ് അന്തരംഗം പ്രകാശപൂരിതമായി. അല്ലാഹുവിന്റെ റസൂല് ഈ മദീനക്കകത്ത് മരണപ്പെട്ടപ്പോ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുടെയും അന്തസ്സ് കെട്ടുപോയെന്ന് സ്വഹാബത്തെ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ വാചകങ്ങളിൽ കാണാം. ലോകത്തെ ഏറ്റവും വലിയ വിഷമം, പ്രതിസന്ധി, മരണം, അള്ളാഹുവിന്റെ റസൂലിന്റെ മരണം. അപ്പുറമൊക്കെ ഇരിക്കണില്ലേ ആൾക്കാർ? ഇവിടെ വന്നിരിക്കപ്പോഴും ആൾക്കാർക്ക് മടി എന്തറിയോ? നിങ്ങൾ ഗ്രൂപ്പ് വേറെയാണാ? എന്തേ നിങ്ങൾ വേറെ ഗ്രൂപ്പായത്? അള്ളാന്റെ റസൂലിന്റെ തിരുനാവിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്ത് മുസ്ലിമ 73 വിഭാഗമാകും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. ഖീല വമൻ ഹിയ യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, ഏതാ രക്ഷപ്പെട്ട ഒരു വിഭാഗം? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്ത് നിലകൊണ്ട പാതയിൽ 1400 വർഷത്തിന്റെ പാരമ്പര്യം, കാക്കകാരണവന്മാരുടെ പാരമ്പര്യമല്ല, ഉസ്താദുമാർ പഠിപ്പിച്ച പാരമ്പര്യമല്ല, ഒരു പാരമ്പര്യമായി നമ്മൾ കൊണ്ടുവന്ന സ്ഥല പാരമ്പര്യങ്ങളിൽ അതല്ല, നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന പാരമ്പര്യ സംസ്കാരമാണോ? അതല്ല, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച 1400 കൊല്ലത്തെ പാരമ്പര്യം. നോക്കണേ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്ക് അത്ഭുതം തോന്നിപ്പോ. ഈ ഭിന്നതയും ഈ ചിത്രതയും ഈ വിഭാഗീയതയും ഒക്കെ ഉമ്മത്ത് മുസ്ലിമൊക്കെ ലോകത്തുണ്ടാകാൻ കാരണം എന്തേ കക്ഷിത്വങ്ങൾ ഉണ്ടായത്? എന്തേ പഴച്ച കക്ഷികൾ ഉണ്ടായത്? എല്ലാറ്റിന്റെയും കാരണമായി തീർന്നത് എന്താ? അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത്. റസൂലുള്ളാഹി മരിച്ചതാ ലോകത്തെ എല്ലാ കക്ഷിത്വങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അല്ലെ നമ്മളൊക്കെ ഒരുമിച്ചിക്കേണ്ട മനുഷ്യന്മാരാ അല്ലേ? റസൂലുള്ളാഹിന്റെ വഫാത്ത് ആയത്തെന്താ നിങ്ങള്? ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ. തീർച്ചയായും നബിയെ, മുത്തുനബിയെ, ലോകത്തിന്റെ നേതാവേ, അഷ്റഫുൽ ഖൽഖേ, സയ്യിദുൽ മുർസലീൻ ആയിട്ടുള്ളവരെ, താങ്കൾ മരിക്കുന്നവനാകുന്നു, അവരും മരിക്കുന്നവരാകുന്നു. അള്ളാന്റെ റസൂലും മരിക്കുന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് മരിച്ചാൽ പിന്നെ ബാക്കി ആരെങ്കിലും ഇവിടെ ബാക്കിയാവൂ? ഇല്ല, എല്ലാരും മരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഓതി അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. മരണം ഏത് നിമിഷവും വരും. ആരുടെ ജീവിതത്തിലേക്ക്? സുന്നിന്റെ ജീവിതത്തിലും വരും, മുജാഹിദിന്റെ ജീവിതത്തിലും വരും, ജമാഅത്തുകാരന്റെ ജീവിതത്തിലും വരും, മടവൂരിന്റെ ജീവിതത്തിലും വരും, അഖലാനിന്റെ ജീവിതത്തിലും വരും, തബ്ലീഗുകാരന്റെ ജീവിതത്തിലും വരും, സംഘടന ഇല്ലെന്ന് പറയുന്നവന്റെ ജീവിതത്തിലും വരും, രാഷ്ട്രീയക്കാരന്റെ ജീവിതത്തിലും വരും, കോൺഗ്രസ്സുകാരന്റെ, കമ്മ്യൂണിസ്റ്റുകാരന്റെ, BJP-കാരന്റെ, RSS-കാരന്റെ, NDF-കാരന്റെ, പോപ്പുലർ ഫ്രണ്ടുകാരന്റെ, ലോകത്ത് സർവ്വ തീവ്രവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും വിത്തുമായി ജീവിക്കുന്ന ഇരട്ട നാണയങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വരും. അല്ലല്ല, പരലോകല്ല, ഖബറിൽ വിചാരണല്ല, സ്വർഗ്ഗല്ല, നരകല്ല. അതൊക്കെ വെറും ഒരു തോന്നലുകളും വെറും കാട്ടിക്കൂട്ടലുകളും പൗരോഹിത്യത്തിന്റെ വർണ്ണനകളുമാണ് എന്ന് പറയുന്ന യുക്തിവാദികളുടെ ലോകത്ത് വരും മരണം കടന്നു വരും. ഏതു നിമിഷവും മരണം കടന്നു വരും. അങ്ങനെ ഒരു സന്ദർഭവും സാഹചര്യവും നമുക്ക് വരാണ്ട്. എല്ലാവരും മരിക്കും. ഞാൻ മരിക്കും, ഈ ഇരിക്കുന്ന ആളുകളൊക്കെ മരിക്കും, എല്ലാവരും മരിക്കും. നമുക്ക് നിശ്ചയിച്ച സമയം ഏതാണെന്ന് നമുക്കറിയില്ല എന്നത് മാത്രം നമ്മളെ സംബന്ധിച്ചിടത്തൊരു പ്രശ്നമുള്ളത്. അറിയാണെങ്കിൽ ഇപ്പൊ ആരും ഇവിടെ ഇരിക്കൂല. ഈ സദസ്സിന്ന് പിരിഞ്ഞ ഉടനെ മരിക്കാൻ വിധിക്കപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അത് ഞാനാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പൊ ഇവിടെ വരുമോ? ഇല്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഇവിടെ വരുമോ? ഇല്ലല്ലോ. ആലോചിക്കുക. അതുകൊണ്ട് ഏതാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളിങ്ങനെ ജീവിക്കണം. ആ മരണത്തിന്റെ സമയം ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് അന്ന് മഗ്‌രിബ് നിസ്കരിക്കാതെ അങ്ങാടിയിലെ മുസ്ലിം മക്കൾ ജീവിക്കണത്. ആ മരണത്തിന്റെ സമയം ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടില്ല, ളുഹർ നിസ്കരിച്ചിട്ടില്ല, അസ്ർ നിസ്കരിച്ചിട്ടില്ല, മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ല. ഇപ്പോഴും ഉമ്മത്ത് മുസ്ലിം അങ്ങനെ ജീവിക്കണത്.
ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നുണ്ട് വിഷയത്തേക്ക്. നോക്കണേ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഏത് സമയവും മരണം വരുമെന്നാണ്. ആരും നിഷേധിക്കാത്തൊരു യാഥാർത്ഥ്യം. അതൊരു പക്ഷേ ഉറക്കത്തിലാകാം, യുവത്വത്തിലാകാം, അധ്വാനത്തിനിടയിലാകാം, അടുക്കളയിലാകാം, അങ്ങാടിയിൽ സ്വറ പറയുമ്പോഴാകാം, ക്ലബില് കാരംസിന്റെ മുന്നിൽ, ചെസ്സിന്റെ മുന്നിൽ വലിച്ചിറക്കിയ കേബിൾ കണക്ഷന്റെ മുന്നിൽ നിന്ന് സിനിമ കാണുമ്പോഴാകാം, പഠനത്തിനിടയിലാകാം, പരീക്ഷക്കിടയിലാകാം, റിസൾട്ട് കാത്തിരിക്കുന്നതിനിടയിലാകാം, ജോലിയിൽ പ്രവേശിച്ച ഉടനെയാകാം, ഏത് സമയത്തും മരണം വരും. വിരുന്നിന്റെ വീട്ടിലാകാം, കല്യാണത്തിന്റെ പുരയിലാകാം, വിവാഹത്തിന്റെ സർവരസങ്ങളും ആസ്വദിക്കുന്നതിനിടയിലാകാം, പുതുമടവാട്ടിയും പുതുമടവാളനും അവർക്ക് നിശ്ചയിച്ച വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടയിലാകാം, ആദ്യമായുണ്ടായ കുഞ്ഞിന്റെ ജനനത്തെ അറിയിക്കാൻ വേണ്ടി ഫോൺ ചെയ്ത് സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടയിൽ അറിയാതെ തട്ടിത്തടഞ്ഞ് കോണിന് താഴെ വീണ് ഹോസ്പിറ്റലിന്റെ 4ാമത്തെ നിലയിൽ താഴേക്ക് വീണ്, അങ്ങനെയാകാം, ഏതുപോലത്തിലാകാം. സ്കൂളിൽ നിന്നും വരുന്നതിന്റെ കുഞ്ഞിനെ കാത്ത് വാഹനം കാത്തു നിൽക്കുന്നിടത്ത് അതിനിടയിലാകാം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ ഏത് സെക്കൻഡിലും മരണം കടന്നു വരാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ മുവഹിദുകളായി, മുഖ്ലിസുകളായി, മുസ്ലിഹുകളായി, മുഅ്മിനുകളായി മരിപ്പിക്കുമാറാവട്ടെ. ആ ഒരു സമയത്ത് അള്ളാഹുവിന്റെ മരണത്തിന്റെ മാലാഖമാര് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ആരാ? പച്ച മനുഷ്യനോ അതോ പച്ച ശൈത്താനോ? വലിയൊരു വിഷയം. എങ്ങനെയാണ് ഒരാളുടെ മരണം? അതൊരു പ്രധാന വിഷയം. അയാളുടെ മരണം ഏത് കോലത്തിലാണെന്നതൊരു പ്രധാന വിഷയം. ഏത് രീതിയിലാണെന്നൊരു പ്രധാന വിഷയം. നോക്കണേ, മരണത്തിന്റെ മാലാഖമാര് കടന്നു വരുമ്പോൾ നമ്മുടെ നിലപാട് എന്താണെന്നത് പ്രധാന വിഷയം. ആ ഒരു വിഷയം കൃത്യമായി ബോധ്യമുള്ളവരായി മാറുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ട്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സെക്കൻഡിലും മരണം വരാ, ഉറപ്പാ, യാഥാർത്ഥ്യ, ഹഖ. അല്ലാഹു പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്. അങ്ങനെ അവരിൽ ഒരാളിലേക്ക് മരണം വന്നെത്തിയാൽ ഖാലയാൾ പറഞ്ഞു പോകും, റബ്ബി ഇർജിഊൻ, പഠിച്ചവനെ എന്നെ നീ ഒന്ന് മടക്കണമേ നാഥാ. ഒരു മനുഷ്യനിലേക്ക് മരണം വന്നെത്തുമ്പോ അയാൾ പറഞ്ഞു പോണ വാക്കാ ഖാല റബ്ബി ഇർജിഊൻ, അല്ലാഹുവേ നീ എന്നെ മടക്കണേ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള കർമ്മങ്ങളിലേക്ക് നീ എന്നൊന്ന് മടക്കണേ തമ്പുരാനെ. ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ള ജീവിതത്തിൽ ഞാൻ ചെയ്യാതെ വിട്ടേച്ചു പോയ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലേക്കായി നീ എന്നെ തിരിച്ചേക്കണേ. കല്ല, ഒരിക്കലുമില്ല. ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വാക്കാണ്. ഹുവ ഖായിലുഹാ, അതയാളങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മരണത്തിന്റെ മാലാഖമാര് വരുമ്പോഴുള്ള മനുഷ്യന്റെ ഒരു വർത്താനാണ് എന്തറിയോ? എന്താ? അങ്ങാടിയിൽ ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുക ഒരാള്, അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരാള്. അപ്പോഴാണ് മരണത്തിന്റെ മാലാഖ വരുന്നത്, മലക്കുൽ മൗത്ത് വരുന്നത്. ആ മലക്കുൽ മൗത്ത് വരുമ്പോഴുള്ള മനുഷ്യന്റെ നിലപാട് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്ന മരണത്തിന്റെ മലക്കിന്റെ വരോടുള്ള മനുഷ്യന്റെ സമീപനമാണ്. ഖാല റബ്ബി ഇർജിഊൻ, അല്ലാഹുവേ നീ എന്നൊന്ന് മടക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നീ എന്നെ മടക്കണേ, മരണത്തിൽ നിന്ന് നീ എന്നെ പിന്തിരിപ്പിക്കണേ. എനിക്കൊരൽപ്പം സാവകാശം തരണേ. എന്റെ ജീവിതത്തിന്റെ ആ ദുനിയാവിന്റെ പളവളപ്പിലേക്ക് നീ എന്നെ തിരിച്ചേക്കണേ. ലഅല്ലി അഅമലു സ്വാലിഹാ, എന്തിനാണെന്നല്ലേ? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ആ ജീവിതത്തിന്റെ 70 കൊല്ലക്കാലം എനിക്കുണ്ടായിട്ട്, 60 കൊല്ലക്കാലം എനിക്കുണ്ടായിട്ട്, 50 കൊല്ലക്കാലം
കാലം എനിക്കുണ്ടായിട്ട് ചെയ്തു പോകാത്ത നന്മകളിലേക്ക് നീ എന്നെ തിരിച്ചേക്കണേ നാഥ. ഒരുപാട് കർമ്മങ്ങൾ ഞാൻ വിട്ടേച്ചു പോയിട്ടുണ്ട് നാഥ. അല്ലാഹുവേ, നീ തൃപ്തിപ്പെട്ടൊരു വിശ്വാസത്തിന്റെ ഉടമ, ഒരു വിശ്വാസത്തിന്റെ രീതിശാസ്ത്രം, ഒരു വിശ്വാസത്തിന്റെ ആശയധാര, നീ തൃപ്തിപ്പെടുന്ന ഒരു വിശ്വാസം എന്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിച്ചിട്ടില്ല നാഥ. നീ തൃപ്തിപ്പെടുന്ന നിന്നോടുള്ള നിലപാടുകളിൽ മോശമായ പ്രവർത്തനങ്ങൾ വന്നുപോയവനാണ് നാഥ. നീ റബ്ബുൽ ഇസ്സത്തെ നീ എന്നോട് നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തു പോയിട്ടില്ല നാഥ. നീ എന്നോട് വിലക്കിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് നാഥ. അതുകൊണ്ട് റബ്ബേ, നീ തൃപ്തിപ്പെടുന്നതിലേക്ക് ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങളിലേക്ക്, അത് ചെയ്യുന്നതിലേക്ക്, അതെന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലേക്ക് നീ എന്നെ വടക്കണേ നാഥ. എന്റെ സൃഷ്ടാവ് അല്ലാഹു ആണ്. അവന് മാത്രമേ ഞാൻ ആരാധനകൾ സമർപ്പിക്കുകയുള്ളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തിരുദൂതരാണെന്നും തീരുമാനിച്ചുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞ ഓരോ മുസ്ലിമിന്റെ മേലിലും നിർബന്ധമാണ് 5 നേരത്തെ നമസ്കാരം. ആ നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയാൽ, ആ നമസ്കാരത്തെ ബഹിഷ്കരിച്ചു പോയാൽ ആ ഒരാൾക്ക് നാളെ പരലോകത്ത് വരാനുള്ള ശിക്ഷയെ പറ്റി വിശുദ്ധ ഖുർആൻ അനിൽ മുജ്രിമീൻ, സ്വർഗ്ഗക്കാര് കുറ്റവാളികളെ പറ്റി അന്വേഷിച്ചു പോകും. മാ സലകകും ഫീ സഖർ, എന്തുകൊണ്ടാണ്, എന്തൊരു കാരണത്താലാണ് നിങ്ങൾ സഖറിൽ അഥവാ നരകത്തിൽ പ്രവേശിപ്പിച്ചത്? ഖാലൂ, നരകക്കാര് പറഞ്ഞു പോണ വാക്കാണ് ലം നകു മിനൽ മുസല്ലീൻ. അവർ കുറ്റവാളികൾ പറഞ്ഞു പോകും, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. 74-ാം അധ്യായം സൂറത്ത് മുദ്ദസ്സിറിന്റെ 42-43 വാചകമാ. അല്ലാഹുവേ, നീ എന്നെ മടക്കണേ, എന്റെ ജീവിതത്തിലേക്ക് നീ എന്നെ മടക്കണേ. ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള നമസ്കാരം നിർവഹിക്കുന്നതിലേക്ക് നീ എന്നെ മടക്കണേ നാഥ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു കല്ലാ, നമസ്കരിക്കാതെ ജീവിച്ചുപോയ ആളുടെ മരണത്തിന്റെ അങ്ങേയറ്റത്ത് വെച്ചുള്ളൊരു വിലാപമാണ് ഖുർആൻ എടുത്തു പറയുന്നത്. അല്ലാത്തൊരു വാക്കാണ്. മടക്കപ്പെടാൻ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ് ഇവിടുത്തെ ജീവിതത്തിക്ക്. മരിക്കാൻ നേരത്ത് ശ്വാസം മുട്ടുമ്പോൾ അവിടെ വലിച്ച ശ്വാസം തിരിച്ചു വിടാൻ പറ്റണില്ല. കണ്ണ് തള്ളിപ്പോവുകയാണ്, കഴുത്തിറുകിപ്പോവുകയാണ്, ശരീരം വിറച്ചു പോവുകയാണ്, വേർത്തു പോവുകയാണ്, കാലും കൂട്ടിപ്പണയുകയാണ്. അല്ലേ, വല്ലാത്തൊരു വാക്ക്. ഇതെന്റെ വേർപാടാണെന്ന് അയാൾ മനസ്സിലാക്കി പോവുക. ഖുർആൻ പറയാ, ഇതെന്റെ വേർപാടാണ്, എന്റെ വേർപാട്, എന്റെ മരണമാണ് വരാനുള്ളത് അയാൾക്ക് ബോധ്യമാണ്. ആ സമയത്ത് പഠിച്ചോണ്ട് പറയുമ്പോൾ അല്ലാഹുവേ, എന്നെ ചൊന്ന് തിരിച്ചേക്കണേന്ന്. അതാണ് തിരിച്ചേക്കണേ. എവിടേക്ക്? നന്മ ചെയ്യാൻ. ഇതുവരെ ഞാൻ നന്മ ചെയ്തിട്ടില്ല. ഇതുവരെ റബ്ബേ നിനക്ക് തൃപ്തിപ്പെട്ട പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല. നല്ല ആരോഗ്യമുണ്ട്, നല്ല ആയുസ്സുണ്ട്, 35 വയസ്സാ അല്ലെങ്കിൽ 40 വയസ്സാ. പടച്ചിറപ്പ് തൃപ്തിപ്പെട്ട് ഇക്കാലം അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു തന്നൊരു പ്രായത്തിന്റെ ഉടമയാ റബ്ബേ. ഈ പ്രായം വരെ കിട്ടിയിട്ടും ജീവിച്ചിട്ടും ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട, നിനക്ക് തൃപ്തിപ്പെട്ട, നീ കോപിക്കാത്ത, നിന്റെ ഇലക്ക് വേണ്ടി, നിന്റെ ലിഖാഇന് വേണ്ടി, നിന്റെ വജ്ഹിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരു കർമ്മം ചെയ്തില്ല റബ്ബേ. ഒന്ന് തിരിച്ചയക്കണേ നാഥാ, ഒന്ന് തിരിച്ചയക്കണേ നാഥാ. ക്ലബിന്റെ മുന്നിലിരുന്നിട്ട് മഗ്‌രിബ് ബാങ്കും ഇശാ ബാങ്കും ഒന്നും കെടുത്തൊന്നും ഓർമ്മയില്ലാതെ അപ്പോഴും ഇങ്ങനെ ചെസ്സും കാരംസും കളിച്ചുകൊണ്ടിരിക്കണ ചെറുപ്പക്കാരന്റെ വാക്ക ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. ഒന്ന് മടക്കണേ പഠിച്ചോനെ. ആലോചിച്ച് നോക്കി നിങ്ങള്. നമ്മുടെയൊക്കെ തെരുവോരങ്ങളിൽ കെട്ടി ഉയർത്തിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയങ്ങൾ മഗ്‌രിബ് കഴിഞ്ഞ് 7-7:30 അങ്ങ് ആരംഭിച്ച് 10-10:30 മണി വരെ 1-2 കളികള്, 7-ഉം 11-ഉം ഒക്കെ കളിച്ച് ആ കളിക്കളത്തിലേക്ക് ടിക്കറ്റ് കൊടുത്തു കൊടുക്കുന്ന മുസ്ലിം, ടിക്കറ്റ് വാങ്ങുന്ന മുസ്ലിം, അത് കളി കാണുന്ന മുസ്ലിം, അങ്ങനെ ഫുട്ബോളിന്റെ കളിക്കടയിൽ ലഹരിയായി അതങ്ങനെ ശരീരത്തിന്റെ സിരകളിലൂടെ അതങ്ങനെ ഓടി പകർന്ന് ആവേശങ്ങൾ മൂത്ത് തനിക്കിഷ്ടപ്പെട്ട കളിക്കാരന്റെ കാലിൽ മറ്റൊരു കളിക്കാരൻ ഫൗൾ ചെയ്തതിൽ അരിശം മൂത്ത് തന്റെ കയ്യിൽ കരുതിയ മുളവടി കൊണ്ട് കളിക്കാരന്റെ തലമണ്ടക്കടിച്ച് പോലീസുകാരാൽ വേട്ടയാടപ്പെടുന്ന എത്രയെത്ര ഉമ്മത്ത് മുസ്ലിം അലി ചെറുപ്പക്കാരാ നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ. മഗ്‌രിബുണ്ടോവന് ഇല്ല, ഇശാ നമസ്കരിച്ചോയാള് ഇല്ല. ഈ കളിക്കടയിൽ അല്ലാഹുവിന്റെ മരണത്തിന്റെ മാലാഖമാര് കടന്നു വന്നാൽ അയാൾ പറയില്ലേ പഠിച്ചോനെ, പള്ളിയടുത്തുണ്ട് റബ്ബേ, ബാങ്ക് ഞാൻ കേട്ട റബ്ബേ, ഒന്ന് തിരിച്ചേക്കണേ പഠിച്ചോനെ, മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഞാൻ വരാം റബ്ബേ, എന്നിട്ട് എന്നെ കൊണ്ടേക്കോ. മനുഷ്യര് പറയില്ലേ, നിസ്കരിക്കാത്തവൻ പറയില്ലേ, നന്നാകാത്തവൻ പറയില്ലേ,
അള്ളാഹുവേ വല്ലാത്തൊരു വാക്കാണ്. ഈ ദുനിയാവില് പടച്ചറബ് തൃപ്തിപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെപ്പറ്റി ഞാൻ ലളിതമായി പറയും, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. മരിക്കണ നേരത്തെ ആളുകളൊക്കെ വിലപിക്കുന്ന ഒരു വിലാപത്തിൽപ്പെട്ട ഒന്നത്. ആരാ വിലപിക്കേണ്ടി വരിക? അള്ള തൃപ്തിപ്പെട്ട ജീവിതം നയിക്കാത്തവനൊക്കെ വിലപിക്കേണ്ടി വരും. മരണത്തോടുകൂടി തന്നെ അവസാനിക്കൂല. മരണത്തോടുകൂടി ഇത് അവസാനിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ചെറുപ്പക്കാരാണെന്ന് പറഞ്ഞ എത്ര ആളുകളാ, എത്ര ചെറിയ പ്രായം. അയാൾ മരിക്കാനൊന്നും പ്രായമായിട്ടില്ല നമ്മൾ പറയാ. മരിച്ചുപോയ ആളെ പറ്റി നമ്മൾ പറയുന്നതാ, അയാളൊന്നും മരിക്കാൻ പ്രായമായിട്ടില്ല എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, മരിക്കാൻ പ്രായമായിട്ടില്ല, നമ്മൾ തീരുമാനിക്കുക അയാൾ മരിക്കാൻ പ്രായമായിട്ടില്ലെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 18 വയസ്സാരൻ വീട്ടിൽ നിന്ന് ബൈക്കെടുത്ത് പുറത്തിറങ്ങി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഉമ്മാനോട് പറഞ്ഞു, ഇതപ്പോ വരെ അങ്ങാടിക്കാന്ന് പറഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങി. ഇടവഴിയിൽ നിന്ന് മെയിൻ റോട്ടിലേക്ക് കയറുന്നതിനിടയിൽ മുമ്പിലുള്ളൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വന്ന ഒരു എയ്ഷറിന്റെ മുന്നിൽ കൊണ്ട് അടിച്ച് അപ്പോ തന്നെ വീണ് ഹെൽമെറ്റ് ഉപയോഗിക്കാത്ത ചെറുപ്പക്കാരന്റെ തലമണ്ട റോട്ടിൽ ചിന്നിച്ചിതറി. അങ്ങനെ മരണത്തിന് വിധേയരായ ചെറുപ്പക്കാരെത്രയാ കേരളത്തിൽ. ഓനും മരിക്കണ നേരത്തെ എങ്ങാനും ഇത് പറഞ്ഞിട്ടുണ്ടാവൂ? ആലോചിച്ചോക്കി. പാതിരാവോളം കേബിളിന്റെ മുന്നിലിരുന്നിട്ട് സിനിമയും സീരിയലും സംഗീതവും നാടകവും രസക്കേടുകളും അനിസ്ലാമികതകളും കണ്ടാസ്വദിച്ചിട്ട് രാത്രി 12 മണി വരെ കണ്ടാസ്വദിക്കുന്നതിനിടയിൽ വീട്ടുകാരൊക്കെ ഉറങ്ങിയതിനിടയിൽ അയാളുടെ ജീവിതത്തിൽ പെട്ടൊരു ഞെട്ടൽ, വല്ലാത്തൊരു വിറയൽ, ഒരു തലകറക്കം, ഒരു ബോധക്ഷയം. അങ്ങനെ രാവിലെ ബന്ധപ്പെട്ടവരെ വിളിക്കുമ്പോൾ അയാള് നിശ്ചലനായി പോയ ഒരു ചെറുപ്പക്കാരന്റെ ചിത്രത്തെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു മധ്യവയസ്സുകാരന്റെ ചിത്രത്തെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു വയോധികന്റെ ചിത്രത്തെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കും. അയാളും മരിച്ചിട്ടുണ്ടാകുമ്പോ, അയാളും മരിച്ചപ്പോ പറഞ്ഞുപോയ വാചകം പടന്നയിൽ ജീവിക്കുന്ന, പടന്നയിൽ ഈ ശബ്ദം കേൾക്കുന്ന നാട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിക്കും. അയാളും പറഞ്ഞിട്ടുണ്ടാവൂലേ, അല്ലാഹുവേ ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള, ഞാൻ ചെയ്യാൻ വിട്ടേച്ചു പോയ സൽക്കർമ്മങ്ങളിലേക്ക് നീ എന്നെ തിരിച്ചയക്കണേ നാഥ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം നാഥ. ഇതൊരു മനുഷ്യന്റെ മരണത്തിന്റെ സമയത്തുള്ള, അന്ത്യവധി സമയത്തുള്ള വിലാപമായി വിശുദ്ധ ഖുർആനിൽ എടുത്തുദ്ധരിക്കുമ്പോൾ പൊന്നു വിശ്വാസികളെ, അല്ലാഹുവിന്റെ ഖുർആനിനെ പ്രമാണമായി കാണുന്നവരെ, ആ ഖുർആനിന്റെ വിശദീകരണമായി 23 കൊല്ലക്കാലഘട്ടത്തിൽ റസൂലുള്ളാഹിയുടെ ജീവിതത്തെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രമാണമായി കാണുന്നവരെ, എന്തുകൊണ്ട് നമുക്ക് തിരിച്ചറിഞ്ഞുകൂടാ? നിങ്ങൾ ആലോചിച്ച് നോക്കും. നമസ്കാരം നിർവഹിക്കാതെ മരണപ്പെട്ടു പോയ ആള് പരലോകത്ത് എങ്ങനെ വരിക അറിയോ? ഞാൻ പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി പറയാം. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അന്നഹു ذكر الصلاة يوما فقال من حافظ عليها كانت له نورا وبرهانا ونجاة يوم القيامة ومن لم يحافظ عليها لم يكن له نور ولا برهان ولا نجاة وكان يوم القيامة مع قارون وفرعون وهامان وأبي بن خلف. അല്ലാഹുവിന്റെ റസൂൽ പറയാ, നമസ്കാരത്തെ പറ്റി റസൂൽ പറയാ, ആരെങ്കിലും ആ നമസ്കാരത്തെ കൃത്യമായി കൊണ്ടുപോവുകയാണെങ്കിൽ, അത് സൂക്ഷിക്കുകയാണെങ്കിൽ, അതവന് പരലോകത്ത് പ്രകാശമാണ്, തെളിവാണ്, രക്ഷയുമാണ്. ആരെങ്കിലും ആ നമസ്കാരത്തെ സൂക്ഷിക്കുന്നില്ലെങ്കിലോ അതവന് പ്രകാശമോ തെളിവോ രക്ഷയോ ആവുകയില്ല. മാത്രമല്ല, നിസ്കരിക്കാതെ മരണപ്പെട്ടു പോയ ആളുകൾ നാളെ യൗമുൽ ആഖിറയിൽ ആരോടൊപ്പമാ? മാ ഖാറൂന വഫിർഔന വഹാമാൻ. ലോകത്തെ ഏറ്റവും വൃത്തികെട്ടവന്മാരുടെ കൂടെ, ഫിർഔന്റെ കൂടെ, ഖാറൂന്റെ കൂടെ, ഹാമാന്റെ കൂടെ, ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയാകുന്ന നാളെ പരലോകത്ത് വരാൻ പോണ അവസ്ഥ. ഇവിടുന്ന് മരിക്കുമ്പോഴോ ഓൻ പറയാ, പഠിച്ചോനെ ഇന്നൊന്ന് തിരിച്ചയക്കണേ, നിസ്കാരം ഒഴിവാക്കിയോ പറയാ, തിരിച്ചയക്കണേ, ഞാൻ നിസ്കരിച്ചിട്ട് വരാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ മനുഷ്യന്റെ മരണത്തോടു കൂടി അയാൾക്ക് വരാനിരിക്കണത് ഏറ്റവും വലിയ നാശാണ്. രക്ഷല്ല, പ്രകാശല്ല, ഒരർത്ഥത്തിലുമുള്ള സമാധാനമില്ലാത്തൊരു ജീവിതം. നമ്മളെ ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാട് മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരായത്തത്. സത്യത്തിൽ എന്താ ഈ ഒരു 50 വയസ്സുവരെയൊക്കെ ജീവിച്ചു പോയ ആളുടെ മനസ്സിൽ എന്താ ഉള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. ഞാൻ സാധാരണ പറയലുണ്ട്, അല്ല എന്തിനാ ഇപ്പൊ നിങ്ങൾക്ക് 60 വയസ്സുവരെ അള്ളാഹു ആയുസ് എന്തിനാ? അയാള് പറയും, ഇവിടെ വാ, മരത്തിരുന്നോ,
കസേരത്തിന് ഇരുന്നോ, ചായ എടുക്കും മോളെ, ചായക്ക് കൊണ്ടുവന്നൊക്കെ ഇരുന്ന് പറയും എന്തിനാ ഞങ്ങൾ 60 കൊല്ലം ജീവിച്ചത്. അയാൾ പറയും കണ്ട ഈ ഇരിക്കണ അമ്മരത്തിരിക്കണ നേരെ ബാക്ക് കണ്ട വലിയ 2 നില കെട്ടിടം കണ്ട എന്റെ പോരാ, അത് ഞാൻ ഈ 60 കൊല്ലത്തിനിടയിൽ ഉണ്ടാക്കിയതാ. അല്ലാഹു അക്ബർ. 60 കൊല്ലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെന്നൊരു പോരാ. അതെ ശരി, പിന്നെന്താ 60 കൊല്ലം കൊണ്ട് പിന്നെന്താ ഉണ്ടാക്കി? 2 പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടു അല്ലേ? എന്റെ 2 കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. 60 കൊല്ലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ. പിന്നെന്താണ്? കണ്ടോ നല്ല ഭംഗിയുള്ള പേരക്കുട്ടികളെ കണ്ട, അതിൻ്റെ ഈ 60 കൊല്ലത്തെ ജീവിതത്തിലെ സന്തോഷം. പിന്നെന്താ? പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, അത് അങ്ങനെ പോണു അൽഹംദുലില്ലാഹ്. പിന്നൊന്നുമില്ല. 60 കൊല്ലം അല്ലാഹു ആയുസ് തന്നിട്ടൊരു ഉമ്മത്ത് മുസ്ലിമയിൽപ്പെട്ട ഒരാൾ ജീവിച്ചെന്തിനാ? പൊരണ്ടാക്കാൻ. 60 കൊല്ലം പടച്ചറപ്പ് ആയുസ് തന്നിട്ട് ഉമ്മത്ത് മുസ്ലിമയിൽ ആണെന്തിനാ ജീവിച്ചത്? മക്കളെ കെട്ടിക്കാൻ. 60 കൊല്ലം അല്ലാഹു ആയുസ് തന്നിട്ട് ഈ ലോകത്ത് ജീവിച്ചെന്തിനാ? പേരക്കുട്ടികളെ കളിപ്പിച്ചിരിക്കാൻ. 60 കൊല്ലം അല്ലാഹു ആയുസ് തന്നിട്ട് ഈ ലോകത്ത് ജീവിച്ചെന്തിനാ? വൈകുന്നേരത്തെ കടത്തണ്ണയിൽ ചായ കുടിച്ചിരുന്നിട്ട് സ്വറമറിയാൻ. ഇതിനാ അല്ലാഹു ആയുസ് തന്നത്? ഇതിനാ അല്ലാഹു 60 കൊല്ലം തന്നത്? പൊന്നു മുസ്ലിമേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 60 കൊല്ലം, നമ്മുടെ ആ മുസ്ലിം സഹോദരനായ അയ്യപ്പന്റെ 60 കൊല്ലം, അബ്ദുറഹ്മാന്റെ 60 കൊല്ലം, അയ്യപ്പന്റെ 60 കൊല്ലം തമ്മിൽ എന്ത് വ്യത്യാസ? ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമല്ല. അയാളും പോരണ്ടാക്കി, അയാളും മക്കളെ കെട്ടിച്ചു, അയാൾക്കും പേരെ കുട്ടികളുടെ, അയാളും വൈകുന്നേരമായ കടത്തണ്ണയിലുണ്ട്, നമ്മളുണ്ട് കടത്തണ്ണയിൽ അല്ലേ? അയാൾ മരിക്കുമ്പോഴും പറയില്ലേ പറയില്ലേ? പറയും. നമ്മൾ മരിക്കുമ്പോഴും പറയില്ലേ? ഒരു പക്ഷേ പഠിച്ചറപ്പ് കാക്കട്ടെ, പഠിച്ചവൻ എത്രയും കാലം ജീവിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യാത്ത എന്റെ അവസാനത്തെ വിലാപാണെന്ത്? അല്ലാഹു ഒന്നും മടക്കിയേക്ക് ദുനിയാവുക്കനെ. 60 വയസ്സ് കഴിഞ്ഞിട്ട് 61ലേക്ക് പ്രവേശിക്കുന്ന ഒരു മാസത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസത്തിന്റെ ഒരു പ്രഭാതത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന നേരത്ത്, എണീക്കുന്ന നേരത്ത്, ഉറക്കത്തിന് എണീക്കുന്ന നേരത്ത്, വീട്ടുകാർ ഉറക്കത്തിന് എണീക്കാഞ്ഞിട്ട് തട്ടി ഉണർത്തിട്ട് എണീക്കാത്ത സമയത്ത് വീട്ടുകാരൊക്കെ പാടെ നിലവിളിക്കുമ്പോൾ ആളുകളൊക്കെ അറിഞ്ഞു പോയത് അയാൾ മരിച്ചു എന്ന്. അയാൾ മരിച്ചു. 61ലേക്ക് ആയിട്ടില്ല, അപ്പോഴേക്കും അയാൾ മരിച്ചു അല്ലേ? ആ മരിച്ച സമയത്ത് അയാൾ പറഞ്ഞിട്ടുണ്ടാവൂലേ, നിസ്കരിക്കാത്തതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവൂലേ? അയാൾക്ക് പടച്ചുറപ്പ് സ്വത്ത് കൊടുത്തിട്ട് ആ സ്വത്തിൽ നിന്ന് 2.5%, 5%, 10% സക്കാത്ത് കൊടുക്കാത്തതിനെ പറ്റി അയാൾ പറഞ്ഞിട്ടുണ്ടാവൂലേ, അല്ലാഹു ഒന്ന് മടക്കേക്ക്, പടച്ചവൻ തിരിച്ചേക്ക്, എന്റെ സ്വത്തില് 2.5% ഞാൻ കൊടുത്തോളാം റബ്ബേ. ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടാവൂലേ, ശരീരത്തിലണിഞ്ഞ ആഭരണങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുവദിക്കപ്പെട്ടതിൽ അപ്പുറം ആഭരണങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ 2.5% അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പടച്ചറബ് തൃപ്തിപ്പെട്ട മാർഗത്തിൽ സക്കാത്തും സദഖയും കൊടുക്കാത്ത പെണ്ണും പറയില്ല, റബ്ബേ ഒന്ന് മടക്കിയേക്കണേ പഠിച്ചോളെ, ഞാൻ കൊടുത്തോളാം റബ്ബേ. മനുഷ്യർ പറയില്ലേ? മനുഷ്യർ പറയും. 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ പോണ ചെറുപ്പക്കാരൻ, പ്രായപ്പതല്ലേ, ആണിന് 21 പെണ്ണിന് 18. 20 ആകാനും പാടില്ല, 17 ആകാനും പാടില്ല. രണ്ടും പ്രശ്ന. 16 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരം ഇഷ്ടപ്പെട്ട ചെറുക്കനോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു കുഴപ്പമില്ല. എന്നാ ഞാൻ 16ാമത്തെ വയസ്സിൽ എന്റെ കുട്ടി ചാടിപ്പോണ്ട, എന്റെ കുട്ടി തോന്നിവാസം ചെയ്യേണ്ട, എന്റെ കുട്ടി തെമ്മാടിത്തക്ക് പോണ്ട എന്ന് കരുതിയിട്ട് ഒരു വാപ്പ കെട്ടിച്ചെടുത്താലോ മഹാപാതകം. വല്ലാത്തൊരു നിയമം തന്നെ ഈ നിയമം. നിങ്ങൾ ആലോചിച്ചോക്കണം കേട്ടോ. 21 വയസ്സിന് മുമ്പ് ഒരു ആൺകുട്ടി കല്യാണം കഴിച്ചാലോ ലോകത്തൊരു പ്രശ്നമില്ല അല്ലേ? എന്നാ തിന്മ ചെയ്താലോ ഒരു കുഴപ്പമില്ല. 21 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച കുഴപ്പമില്ല, 20 വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല. ആണുങ്ങളുടെ ലോകത്ത്, പെണ്ണുങ്ങളുടെ ലോകത്ത് ഇപ്പൊ അത് കുഴപ്പമില്ല. ആ പ്രായത്തിനിടക്ക് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ വന്ന തോന്നിവാസങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ആ ആൺകുട്ടിയുടെ ജീവിതത്തിൽ വന്ന തോന്നിവാസങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന മലക്കിനോട് അവര് പറഞ്ഞു പോണ വാക്കല്ലേ, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ പറയേണ്ടി വരുമോ? പടച്ചറപ്പ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഓരോ ആളുകളും അവരവന്റെ ജീവിതത്തിന്റെ ഒടുക്കത്തിന്റെ വാക്കായി അവര് പറഞ്ഞു പോണ വാക്കാണ്. അല്ലാഹു തൃപ്തിപ്പെട്ട മാർഗത്തിലല്ലാതെ, അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലല്ലാതെ സമ്പാദിച്ചു പോയ ആളുകളില്ലേ ലോകത്ത്? ആ ആളുകളും റബ്ബിന്റെ മുന്നിലേക്ക് പറഞ്ഞു പോവില്ലേ അവരുടെ മരണത്തോടുകൂടി? അല്ലാഹുവേ,
എന്നെ നീ ഒന്ന് തിരിച്ചേക്കണേ നാഥ. എന്റെ വിദ്യാഭ്യാസം, എന്റെ മക്കളുടെ വിദ്യാഭ്യാസം, എന്റെ മക്കളുടെ കല്യാണം, എന്റെ വ്യവസായം, എന്റെ കച്ചവടം, എന്റെ ജീവിതത്തിന്റെ മേഖലകൾ, എന്റെ വീട്, എല്ലാ സംവിധാനങ്ങളും ഹലാലല്ലാത്ത പണം കൊണ്ട് കെട്ടിയുണ്ടാക്കിയതാണ് റബ്ബേ. എന്റെ പുരയുടെ മുന്നിലുള്ള നീണ്ടു നിൽക്കുന്ന 2 തൂണില് പലിശയുടെ അംശമുണ്ട് നാഥ. എന്റെ മോളെ കെട്ടിച്ച അവൾ